അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപോലെ തന്നെ തിങ്സ് ഐ ഹാവ് ക്രോഷേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെസ്റ്റ് ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ക്രോഷേ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും നമുക്ക് അടുത്ത് എന്ത് ക്രോഷേ ചെയ്യണം എന്ന് അറിയുന്നുള്ളത്. എന്ന് വെച്ചാൽ അടുത്ത എന്ത് ക്രോഷേ ചെയ്യും എന്ന് വിചാരിച്ച് നിന്ന് തന്നെ ടൈം പോവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കുറേ ക്രോഷേ ആൻഡ് അമിഗ്രുമി ഐഡിയാസ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അടുത്തായിട്ട് ക്രോഷേ ചെയ്യാമല്ലോ. ഉണ്ടാക്കുന്ന പാറ്റേൺസ് ആണെങ്കിൽ യൂട്യൂബിൽ എന്തായാലും തുറന്നാൽ ഒരുപാട് പാറ്റേൺസ് കിട്ടും. ഞങ്ങളും യൂട്യൂബിലും പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊന്നും ഞങ്ങളുടെ പാറ്റേൺസ് അല്ല, അത് ഫസ്റ്റ് കാര്യം തന്നെ. ഇതൊക്കെ യൂട്യൂബിൽ നിന്നും പിൻട്രസ്റ്റിൽ നിന്നൊക്കെ കിട്ടിയ പാറ്റേൺസ് ആണ്. എനിക്ക് കൂടുതലും പൊതുവെ താല്പര്യമുള്ളത് അമിഗ്രുമി ചെയ്യാനാണ്. അപ്പോൾ ഞാൻ കൂടുതലും പ്രൊജക്ട് ചെയ്തേക്കുന്നത് അമിഗ്രുമികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അമിഗ്രുമി പ്രൊജക്റ്റുകൾ കാണിച്ചു തുടങ്ങുമ്പോൾ ഒന്നീന്ന് തുടങ്ങണമല്ലോ. അപ്പോൾ ഫസ്റ്റ് അമിഗ്രുമി പ്രൊജക്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും ഫസ്റ്റ് ആയിട്ടുള്ളതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു അമിഗ്രുമി പ്രൊജക്റ്റാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഈ ഒരു ക്യൂട്ട് അമിഗ്രുമി ബെയറിന്റെ ഡോളായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ക്രോഷേ ചെയ്തത്. സെക്കൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ പണ്ട് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ദൂരമൊന്നുമില്ല, എന്തായാലും കുറച്ച് നാൾ മുന്നേ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ കാണിക്കാം. എനിക്ക് ഓർമ്മയുണ്ട് 2026 ന്യൂ ഇയറിന്റെ രാത്രി 12 മണിക്കാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് മഷ്റൂം, ക്യൂട്ട് മഷ്റൂം ആണ് കേട്ടോ. ഇതിൻ്റെതായ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, കാരണം എൻ്റെ സെക്കൻഡ് അമിഗ്രുമി പ്രൊജക്റ്റ് ആണ്. അപ്പം അതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും ഇതിനുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ഒരു ക്യൂട്ട് ബൊക്കെ കീ ചെയിനാണ്. ഇതൊക്കെ കീ ചെയിനാണ് കേട്ടോ. ഞാൻ കീ ചെയിൻ്റെ റിങ്സ് ഞാൻ മാറ്റി വെച്ചേക്കാണ് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്. ഇത് ഞാൻ എൻ്റെ ഉമ്മക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ, കണ്ടില്ലേ? ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ഒരു കപ്പിൾ കീ ചെയിൻ. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കപ്പിൾ ബി കീ ചെയിൻ ഇത് നല്ല പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ഐറ്റം ആയിരുന്നു. ഇവിടെ മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു വെജിറ്റബിൾ കടയാണ്. വെജിറ്റബിൾ കട ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് വെജിറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു ക്രോഷി ടൊമാറ്റോ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഈ ഫേസ് ഒന്നും സത്യം പറഞ്ഞില്ല കേട്ടോ. ഫേസൊക്കെ എനിക്ക് ഡീറ്റെയിലിങ്ങിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് വേറൊരു ഐറ്റം. പച്ചക്കറി കട എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പച്ചക്കറി കടയുടെ രണ്ടാമത്തെ ഐറ്റമാണ് ബ്രിഞ്ചാൾ കുട്ടൻ. ക്യൂട്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇതിൻ്റെയൊക്കെ പാറ്റേൺസ് ഒക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? പിന്നെ ഞാൻ ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു തവളക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ തവളക്കുട്ടനെയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായില്ല, എന്തായാലും കുഴപ്പമില്ല. ഇത് ഞാൻ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. വലിയ സക്സസ്ഫുൾ ആയിന്ന് എനിക്ക് തോന്നിയില്ല. ഒരു ലിറ്റിൽ മഷ്റൂം ആണ് കേട്ടോ. ഇതാണ് ആ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് കുറച്ചധികം ബേക്കായി പോയെന്ന് തോന്നുന്നു, കാരണം ക്യാമറയിൽ നല്ല പഫിനെസ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ട്രോബെറി ഒക്കെ വെച്ച് ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഈ കേക്കിനെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു പേപ്പർ പിന്ന് വെച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞി നോട്ട്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് റിമൈൻഡേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ പേപ്പർ വെയിറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ ഉള്ളൊരു ഐറ്റം ആണ് ഈ ഒരു ക്യൂട്ട് ഫ്ലവർ പോട്ട്, എന്ന് വെച്ചാൽ തുലിപ്പ് ഫ്ലവർ പോട്ടാണ്. ഇത് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവറിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഐറ്റം ആയിരുന്നു. ഇത് സൂപ്പർ ക്യൂട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്, എന്നാലും ഇത് ഒരു കുറച്ച് വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിൻ്റെ പാറ്റേൺ കിട്ടും, ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇത് ആള് വെറും ബൊക്കെ അല്ല, കണ്ടില്ലേ? ഇങ്ങനെ കാണുമ്പോൾ ഒരു ബൊക്കെ ആയിട്ട് തോന്നും, സ്വാഭാവികം, കാരണം ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഫ്ലവേഴ്സ് ഉള്ള കുറേ ഫ്ലവേഴ്സിനെയാണല്ലോ ബൊക്കെ എന്ന് പറയുന്നത്. എന്നാൽ ഇത് പിടിച്ചതാ ഇങ്ങനെ ഒന്ന് ചിരിച്ചു കൊടുത്താൽ ഇതാരാണിത് പറയൂ? അപ്പോൾ ഒരു ക്യൂട്ട് ഡോളിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു റിവേഴ്സിബിൾ ഫ്ലവർ ഡോൾ ബൊക്കെ എന്നങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ കുറേ നമുക്ക് പാറ്റേൺസ് ഒക്കെ കിട്ടും കേട്ടോ. ഇതൊന്നും എൻ്റെ പാറ്റേൺ അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇതൊന്നും എൻ്റെ പാറ്റേൺ അല്ല. ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ക്രോഷേ അമിഗ്രുമി പ്രൊജക്റ്റ് ആയിരുന്നു ഈ കാണുന്നത്. ഒരു ക്യൂട്ട് ഒരു ക്യൂട്ട് ഡോൾ എന്നൊക്കെ പറയാം, ക്യൂട്ട് ബണ്ണിയാണ് കേട്ടോ. എൻ്റെ ചെറിയ അമിഗ്രുമി പ്രോഡക്റ്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ എനിക്കൊരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.